നമസ്കാരം. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലേ, ചില വീഡിയോസിന്റെ ഒന്നും കമന്റ്സ് പോലും എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പൊ ഈയിടെയായിട്ട് ഇട്ട് പോകുന്ന കമന്റ്സുകളൊക്കെ ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. എനിക്കിപ്പോ ഞാൻ ആലോചിക്കാത്തതിലും അപ്പുറമായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ വന്ന് പറഞ്ഞ് എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുമോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ കമന്റ്സും ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്നത്. ഞാൻ പറയാനല്ലേ, ചിലപ്പോ 2 ലക്ഷം 3 ലക്ഷം ഒക്കെ നമ്മളുടെ കമന്റ് കയറുമ്പോഴും അതില് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ പേരൊക്കെയാണ് എന്തെങ്കിലും ഒക്കെ ഒരു കുഞ്ഞി നെഗറ്റീവ് ഒക്കെ ആയിട്ട് വരാം. അപ്പൊ നമ്മൊന്ന് ആലോചിച്ച് നോക്കിയേ, 2 ലക്ഷം 3 ലക്ഷം പേരൊക്കെ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളാണ്. അതില് ഒന്നോ രണ്ടോ പേര് എന്തെങ്കിലും വന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ തളരേണ്ട ഒരു കാര്യമില്ല. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ വലിയൊരു വിഷമം തോന്നാറില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില അമ്മമാരെന്നെ നമ്മളുടെ ഇതുപോലെയുള്ള നമ്മളെ പോലെയുള്ള അമ്മമാരെന്നെ വന്നിട്ട് ഓരോന്നൊക്കെ പറയുമ്പോൾ അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല, അങ്ങനെയുള്ള കമ്പാരിസൺ ഒക്കെ വരുമ്പോൾ നമുക്ക് വിഷമം തോന്നാറുണ്ട്. കാരണം എനിക്ക് എപ്പോഴും റെസ്പെക്റ്റ് ഉള്ളതാണ് നമ്മളെ പോലെയുള്ള അമ്മമാരുടെ അടുത്ത്. നമുക്കറിയാം നമ്മളുടെ അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ അവരുടെ അവസ്ഥ. അപ്പൊ അങ്ങനെയുള്ള നമ്മളെ പോലെയുള്ള അമ്മമാരുടെ അടുത്ത് എനിക്ക് എപ്പോഴും റെസ്പെക്റ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള അമ്മമാര് വന്നിട്ട് നെഗറ്റീവ്സ് ഒക്കെ ഇടുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അല്ല വേറെ എന്തെങ്കിലും വായെ തോന്നിയത് കൊതക്കി പാട്ടെന്ന് പറയുന്നത് പോലെ അങ്ങനെയൊക്കെ ആയി എന്തുവെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ ഫീലിങ്സും വിഷമങ്ങളും ഒന്നും തോന്നാറില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ലേഡി ഇതുപോലെ വന്ന് പറഞ്ഞപ്പോ ഞാനൊക്കെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, അങ്ങനെയാണ് ഞാൻ എന്റെ മോനെ നടത്തിച്ചത്, നിങ്ങൾ എപ്പോഴെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചൊരു ലേഡിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവർക്ക് അറിയുന്നുണ്ട് നമ്മളിവിടെ എന്താ ചെയ്യുന്നെന്നുള്ളത്. പിന്നെ നമ്മളുടെ സ്ഥിരം ഫോളോവേഴ്സ് ആണെങ്കിൽ പിന്നെ മനസ്സിലാവും. എല്ലപ്പോഴും ഒക്കെ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് വന്ന കമന്റ്സ് ഒക്കെ ഇടുമ്പോൾ അങ്ങനെയുള്ളവരോടൊക്കെ ചിലപ്പോ എനിക്ക് തോന്നും എന്ത് മനുഷ്യനാണെന്നൊക്കെ. പക്ഷെ ഞാൻ പറയാണ്, ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ഇപ്പൊ ഞാൻ 5 വർഷമൊക്കെ ആയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്. അപ്പൊ ആദ്യമൊക്കെ എനിക്ക് ഈ കമന്റ്സുകളൊക്കെ വരുമ്പോ എനിക്ക് വിഷമമായിട്ട് ഞാൻ ഇങ്ങനെ സൈബർ സെല്ലിൽ പോകുമ്പോഴാണ് ഞാൻ പറയും, നോക്കി ഇങ്ങനെ കമന്റ് വന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ കുറച്ച് പേരെങ്കിലും എനിക്ക് പേഴ്സണലി അറിയുന്നവരുണ്ട് കേട്ടോ സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് ഒരു പ്രാവശ്യം ഫുള്ളായിട്ട് ഹാക്കായി പോയി. ഇപ്പൊ കുറച്ച് 2 മാസം മുൻപ് നമ്മുടെ ഫേസ്ബുക്ക് ഒട്ടും ഓപ്പൺ ആക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നിട്ട് നമ്മൾ തൃശ്ശൂർ സൈബർ സെല്ലിലും അതുപോലെ ഇരിങ്ങാലക്കുട സൈബർ സെല്ലിലൊക്കെ പോയി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സൈബർ സെല്ലിൽ പോകുന്ന ഒരാളാണ് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുമ്പോൾ. അപ്പോൾ അവരൊക്കെ നമ്മളടുത്ത് പറയുന്നത്, നമ്മള് നെഗറ്റീവ്സ് ഒക്കെ കേൾക്കാനായിട്ട് ഉള്ള ഒരു മനക്കെട്ടിയുള്ളവർക്ക് മാത്രമേ സോഷ്യൽ മീഡിയയിൽ നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ അവർക്കൊന്നും ഇതിന്റെ പേരിൽ വലിയ കേസ് കൊടുക്കാൻ പറ്റില്ല. നെഗറ്റീവ് കമന്റ്സ് ഒന്നിട്ടൊന്നും കണ്ടവർക്കൊന്നും കേസ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു നിയമം ഇല്ലേ നമുക്ക്. അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും അവർക്ക് കേസ് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാനാണെങ്കിലും ധൈര്യപൂർവ്വം തന്നെ ഇപ്പൊ നമ്മുടെ കമന്റ്സ് ഇടുന്നവരെ ഫോട്ടോയും അതുപോലെ കമന്റും ഒക്കെ സഹിതം വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഇങ്ങോട്ട് ചൊറിഞ്ഞിട്ടല്ലേ നമ്മള് അവരുടെ ഫോട്ടോസൊക്കെ എടുത്തിടുന്നത്. അല്ലാതെ നമ്മളിപ്പോ അവരുടെ അക്കൗണ്ടിൽ ഒന്ന് കയറി വെറുതെ ഇരിക്കുന്ന ഒരാളുടെ ഫോട്ടോയും കമന്റും ഒന്നല്ലല്ലോ നമ്മൾ എടുത്തിടുന്നത്. നമ്മൾ അവരിങ്ങോട്ട് ചൊറിഞ്ഞതിന്റെ പ്രൂഫ് നമ്മളുടെ കയ്യിലുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലല്ലേ നമ്മൾ അവരിങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇടാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരു പ്രശ്നമില്ലെന്ന് എനിക്ക് ഉറപ്പ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. എല്ലാവരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നെഗറ്റീവിനെ പറ്റി ആലോചിക്കേണ്ടത് വിടുന്നൊക്കെ. പക്ഷെ ചില കാര്യങ്ങൾ വരുമ്പോഴേ നമ്മള് മനുഷ്യന്മാരല്ലേ. ഇപ്പോഴാണെങ്കിൽ പോലും നമ്മളുടെ ഒരു മാലയുടെ കേസാണ്. ഇപ്പൊ ഞാൻ പറയുന്നുണ്ട്, നമ്മൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ അവസ്ഥകൾ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ഒരു ചേച്ചി വന്ന് പറയുന്നുണ്ട്, ആ വയ്യാത്ത കുട്ടിക്ക് ഗോൾഡ് ഇട്ട് കൊടുത്തവർ തന്നെയാണ് കുറ്റക്കാരികൾ. നമ്മള് ഒരു വയ്യാത്ത ഉണ്ണിയുടെ സന്തോഷത്തിന് നമ്മൾ ഗോൾഡ് ഇട്ട് കൊടുത്തു, ഓക്കെ. പക്ഷെ അവരുടെയൊക്കെ വർത്താനത്തിൽ നമുക്ക് തോന്നുന്നത് നമ്മളാണ് കുറ്റക്കാര്. നമ്മൾ ഇതുപോലെ കബളിപ്പിച്ച് നമ്മളുടെ കൂടെ നിന്ന് നമ്മളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി. ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറമേ ഉള്ള ഒരാളും അല്ലാതെ നമുക്ക് ഏകദേശം ഉറപ്പാണ്. അപ്പൊ നമ്മളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്തേക്ക് പോകുന്നു, നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ഇന്നതാണെന്നൊക്കെ മനസ്സിലാക്കി നമ്മളുടെ ഇങ്ങനെ വയ്യാത്തൊരു കുഞ്ഞ് ഓൾറെഡി CP കുട്ടിയാണ്, അതിന്റെ ഇടയിൽ കൂടെ ശ്വാസം കിട്ടാതെയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും അതിന്റെ ഇടയിൽ കൂടെ വായല പ്രശ്നം വന്നിട്ടാണ് നമ്മൾ CT എടുക്കാൻ കൊണ്ടുപോകുന്നത്. അപ്പൊ എത്രത്തോളം നമ്മള് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് പോലും നമ്മളെ കബളിപ്പിച്ച് വഞ്ചിച്ച് ചതിച്ച് നമ്മളുടെ ആ സാധനം മോഷ്ടിച്ച് ആള് കുറ്റക്കാരിയേ അല്ല, അല്ലെങ്കിൽ കുറ്റക്കാരനേ അല്ല. ഗോൾഡ് ഇട്ടെടുത്ത നമ്മളാണ് ഇപ്പൊ കുറ്റക്കാരനായിട്ട് നിൽക്കുന്നത്. അതിന്റെ പിന്നിലത്തെ കാര്യം ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ഉച്ച മുതൽക്ക് എന്തോരം പ്രാവശ്യം ട്രൈ ചെയ്തിട്ടാണെന്നറിയോ
ഞങ്ങൾ സ്വതവേ കണ്ണനെ വിഷമിപ്പിക്കാനായിട്ട് ഇഷ്ടപ്പെടാത്തൊരു കൂട്ടത്തിലാണ്. അതിപ്പോ നമ്മളെ പോലെയുള്ള അമ്മമാർക്ക് അറിയാം, നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും സന്തോഷം കൊടുക്കാനാണ് നമ്മൾ നോക്കുള്ളൂ. അവൻ വിഷമിക്കരുതെന്ന് അത്രയധികം. ഇപ്പൊ അവൻ ട്രോളിയിൽ കിടത്തിയപ്പോ പോലും കരഞ്ഞപ്പോ ഞാൻ അവിടുത്തെ നഴ്സുമാരുടെ അടുത്ത് പറഞ്ഞത്, വേണ്ട ട്രോളിയിൽ കിടത്തണ്ട, അവൻ കരയാണെങ്കിൽ കിടത്തണ്ട, കുത്തി ദൂരം ഉണ്ടെങ്കിൽ. എനിക്കാണെങ്കിൽ കാലില് ഇപ്പോഴും നീര് വയ്ക്കാൻ കേട്ടോ കാല്. അത്ര കാലില് വയ്യാത്തപ്പോ പോലും ഞാൻ നഴ്സുമാരുടെ അടുത്ത് പറഞ്ഞു, ഞാൻ എടുത്തിട്ട് വന്നോളാം. ഇപ്പൊ ചേട്ടൻ എടുക്കണേക്കാളും കംഫർട്ടബിള് അവന് ഞാൻ എടുക്കുമ്പോഴാണ്. ഞാൻ എടുത്തിട്ട് വന്നോളാം, അത്രയും ദൂരം വന്നാലും കുഴപ്പമില്ല, അവനെ കരയിപ്പിക്കേണ്ട. അവനെ കരയിപ്പിക്കാന്ന് പറയുന്നത് ഞങ്ങൾക്ക് അത്രയും പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ ഉച്ചക്ക് ചെയിൻ ഊരിയപ്പോ പോലും ഭയങ്കര ലഹളയായിരുന്നു, കരച്ചില്, വാശി. അങ്ങനെ ഒരു വിധത്തിലാണ് പറ്റിച്ചിട്ടൊക്കെയാണ് ഞങ്ങള് ആ ബാഗിൽ കൊണ്ടുവന്ന് ഈ സാധനം ഇടുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പൊ അല്ലാതെ നമ്മ വലിയ ആർഭാടം കാണിക്കാനോ ചാടം കാണിക്കാനോ ഒന്നല്ല ഈ ഗോൾഡ് ഒക്കെ ധരിപ്പിച്ചു കൊടുക്കുന്നത്. അതിന്റെ പിന്നിൽ നമ്മളുടേതായ ഇമോഷൻസ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു നമ്മളെ പോലെയുള്ള അമ്മമാർക്ക് മാത്രമേ അത് അത്രയും ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ. അപ്പൊ ഇന്നലെ അങ്ങനെയൊക്കെ കമന്റ് കണ്ടപ്പോഴൊക്കെ എനിക്ക് തോന്നി, എന്ത് തരം ആൾക്കാരാണ് ഉണ്ടായവരല്ല കുറ്റക്കാര്, നമ്മള് ഇട്ടുകൊടുത്തവരാണ് കുറ്റക്കാരെന്നുള്ള രീതിയിലേക്ക് പറയാം. അതൊക്കെ പോട്ടെ, അതൊന്നും വിഷയമില്ല. ഇപ്പൊ ഞാൻ പറയാൻ വന്നത്, ഏകദേശം നമ്മളെ പോലീസ് കണ്ടുപിടിക്കും തന്നെയാണ് 100% എന്റെ ഉറപ്പ്. എനിക്ക് ഏകദേശം അതിന്റെ വഴികളിലേക്കൊക്കെ അവർ എത്തുന്നുണ്ട്. അപ്പോ കണ്ടുപിടിക്കാൻ പറ്റട്ടെ. നമുക്ക് സംശയിക്കാൻ അങ്ങനെ കുറെ പേരൊന്നുമില്ല, വളരെ ചുരുക്കം ആളുകൾ മാത്രമേ നമ്മൾ സംശയിക്കാനുള്ളൂ. നമ്മൾ CCTV നമ്മൾ പോലീസിന്റെ കൂടി ഇരുന്നിട്ട് നമ്മൾ CCTV ചെക്ക് ചെയ്താണ്. അതിൽ നിന്ന് നമുക്കറിയില്ല നമ്മുടെ മുമ്പിലേക്ക് ആരൊക്കെ കയറി എന്നുള്ളത്. അപ്പോൾ അതൊക്കെ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്തായാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ പോലീസ് കണ്ടുപിടിക്കും തന്നെ വിശ്വസിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സന്തോഷിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഫുഡ് കഴിക്കാനോ ഉറങ്ങാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയില്. അതിന്റെ ഇപ്പൊ എല്ലാവരും വിചാരിക്കും, ഇപ്പൊ ഒരു 3 ലക്ഷം രൂപയോളം 3 ലക്ഷം രൂപയ്ക്ക് തന്നെ നമുക്ക് വാല്യൂ ഇല്ല, ഒരുപാട് വാല്യൂ ഉണ്ട്. അതിനേക്കാൾ അപ്പുറമാണ് ആ ഒരു സാധനത്തിനോടുള്ള അറ്റാച്ച്മെന്റ്. കുറെ വർഷങ്ങളാണ് നമ്മുടെ കൂടെയുള്ള, അല്ലെങ്കിൽ കണ്ണിന്റെ കഴുത്തിലുള്ള ഒരു സാധനമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും എല്ലാവരും വന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തായി, അറിഞ്ഞോ, എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നൊക്കെ കമന്റ്സും അതുപോലെ തന്നെ മെസ്സേജസും ഒക്കെ ഉണ്ട്. എല്ലാവരുടെ അടുത്തും റിപ്ലൈ ഒന്നും കൊടുക്കാൻ എനിക്ക് പറ്റിയൊന്നുമില്ല. പിന്നെ ഞാൻ വിവരങ്ങൾ പറഞ്ഞെങ്കിലും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ട്. ഇപ്പൊ കണ്ണനെ കാണിക്കാത്തതിൽ വിഷമം ഉണ്ടാവും. അപ്പൊ ഞാൻ ഇടാട്ടോ, കണ്ണന്റെ നമ്മള് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുൻപുള്ള കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെച്ചതൊക്കെ ഉണ്ട്. അതിൽ കണ്ണൻ നമ്മുടെ മാലയൊക്കെ ആയിട്ട് സുന്ദരനായിട്ട് കിടക്കുന്ന കുറച്ച് വീഡിയോസ് ഒക്കെ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഞാനപ്പോ ഇതിന്റെ പുറകിൽ ആ വീഡിയോസുകളൊക്കെ ഇടാം. കാരണം എന്നെ പേഴ്സണലി അറിയുന്നവർക്ക് ഡയറക്റ്റ് എൻ്റെ അടുത്ത് വന്ന വിശേഷങ്ങൾ ചോദിക്കാം. പക്ഷെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യാത്ത കുറേ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെന്ന് എനിക്കറിയാം. കമന്റ്സിലൂടെ അല്ലെങ്കിൽ വീഡിയോസിലൂടെ മാത്രം നമ്മളെ വിശേഷങ്ങൾ അറിയുന്ന ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം, നമ്മളുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടും വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ണനെ കാണാനും ആഗ്രഹിക്കുന്നുണ്ടാവും. നമ്മളിപ്പോ കണ്ണന്റെ വീഡിയോസ് അങ്ങനെ ഞാൻ ഇടുന്നില്ല, പക്ഷെ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ച കുറെ വീഡിയോസുകൾ എൻ്റെ കയ്യിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് പതിയെ അറിയാം കേട്ടോ.